നമ്മൾ നേരെ തിരുവനന്തപുരത്തേക്ക് തന്നെ വരികയാണ്. നമ്മൾ നിൽക്കുന്ന തിരുവനന്തപുരം. ഷഫീദ് റാവുത്തർ ചേരുകയാണ്. ഷഫീദ്, നമ്മൾ രാവിലെ കണ്ടതാണ്, രാവിലെ മോർണിംഗ് ഷോ യാത്രയിലൊക്കെ രാവിലെ തന്നെ ഒരു 6 മണി 6:30 സമയത്ത് തന്നെ ഇവിടെ പ്രചരണ രംഗം ഉണരുകയും സ്ഥാനാർത്ഥികൾ ഉണരുകയും ഇറങ്ങുകയും പ്രവർത്തകർ സജീവമായി ചെയ്യുന്ന കാണുന്നതാണ്. അത് സ്വാഭാവികമാണ്. ത്രികോണപ്പോരിൽ ഇന്നും നാളെയും കൊട്ടിൻ്റെ ആ സമയത്തോളം സ്ഥാനാർത്ഥികൾക്കോ മുന്നണികൾക്കോ തരിമ്പിന് വിശ്രമിക്കാൻ സമയമില്ലാത്ത സമയമാണ്. ഷഫീദ്. ഹാഷ്മി, ഉറപ്പായിട്ടും. അതായത് സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു തരത്തിലുള്ള വിശ്രമമില്ല. പ്രവർത്തകർക്കും പാർട്ടി പ്രവർത്തകർക്കും വിശ്രമമില്ല. തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ച അൺപ്രഡിക്റ്റബിൾ മണ്ഡലം എന്ന സ്വാഭാവികമായി നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന ഒരു മണ്ഡലം കൂടിയാണ്, ഒരു സ്റ്റാർ ക്ലാസ് മണ്ഡലം. ശശി തരൂരിന് സിറ്റിംഗ് എം പിയായി ശശി തരൂരിന് സീറ്റ് ഉറപ്പിക്കുക എന്ന വലിയ ലക്ഷ്യമുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ, എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് അവസാന ലാപ്പിലാണ് കളത്തിലേക്ക് ഇറങ്ങിയതെങ്കിലും അദ്ദേഹം മണ്ഡലത്തിൽ ഇതിനോടകം തന്നെ സുപരിചിതനായിട്ടുണ്ട്. പന്ന്യൻ രവീന്ദ്രൻ ജനകീയ മുഖമായി മണ്ഡലത്തിൽ തുടരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ദേശീയ വിഷയങ്ങളും പ്രാദേശിക വിഷയങ്ങളും തലസ്ഥാന മണ്ഡലത്തിൽ കാര്യമായി ചർച്ചയായി. കേരള സ്റ്റോറി, അതേപോലെ തന്നെ പൌരത്വ നിയമ ഭേദഗതി അടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിഷേധങ്ങൾ അത് തലസ്ഥാനത്തെ പല കേന്ദ്രങ്ങളിലും നമ്മൾ കണ്ടതാണ്. പ്രാദേശിക വിഷയങ്ങൾ, അത് പൊഴിയൂരിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം മുതൽ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് ത്രികോണ മത്സരമാണോ അതല്ല താൻ മത്സരിക്കുന്നത് എൻ ഡി എ തോൽപ്പിക്കാനാണ്, ബി ജെ പിയെ തോൽപ്പിക്കാനാണെന്ന് ശശി തരൂരിന്റെ പ്രസ്താവന അടക്കമുള്ള കാര്യങ്ങൾ വലിയ വിവാദമായ മണ്ഡലമാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ച അൺപ്രഡിക്റ്റബിൾ സാധനം അത് സ്വാഭാവികമായും ഈ മണിക്കൂറുകളിലെല്ലാം ചർച്ചയാകും. കൊട്ടിക്കലാശത്തിന് മുൻപും നിശബ്ദ പ്രചരണ സമയത്തൊക്കെ തിരുവനന്തപുരം മണ്ഡലത്തെ കേന്ദ്രീകരിച്ച് അടിയൊഴുക്കുകൾ, തുടർചലനങ്ങൾ അടക്ക കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് രാവിലെയും നമ്മൾ 3 സ്ഥാനാർത്ഥികളെയും കാണുമ്പോൾ 3 പേരും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇന്ന് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും നഗരം കേന്ദ്രീകരിച്ച് അവരുടെ പ്രവർത്തനം നടത്തുമ്പോൾ, അതിൽ കൊട്ടിക്കലാശത്തിന് തൊട്ട് മണിക്കൂറുകൾ മുൻപുള്ള പ്രചരണം നടത്തുമ്പോൾ പന്ന്യൻ രവീന്ദ്രനാകട്ടെ പൊഴിയൂർ മുതൽ ഇങ്ങോട്ടേക്ക് റോഡ് ഷോ, അതൊരു മെഗാ റോഡ് ഷോ ആക്കി മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി തിരുവനന്തപുരം നഗരഭാഗത്തേക്ക് റോഡ് ഷോ വരും. നാളെയാണ് തിരുവനന്തപുരം പേരൂർക്കടയിൽ വലിയ രീതിയിലുള്ള കൊട്ടിക്കലാശം നടത്താൻ പോകുന്നത്. രാഷ്ട്രീയ വിവാദങ്ങൾ, ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾ, അത് ദേശീയ നേതാക്കളുടെ അടക്കം വാക്പോരിന് വഴിവെച്ച തിരുവനന്തപുരം മണ്ഡലത്തിൽ വലിയ തരത്തിലുള്ള ഒരു കൊട്ടിക്കലാശം നാളെ നമുക്ക് പ്രതീക്ഷിക്കാം. ഹാഷ്മി, ഉറപ്പായും ആ കൊട്ടിക്കലാശം സ്ഥാനാർത്ഥികളുടെയും മുന്നണികളുടെയും ശക്തി പ്രകടനമാക്കുക, അതിനുവേണ്ടി പൈസ ഇറക്കുക തുടങ്ങിയത് കാലാകാലങ്ങളിൽ കേരളത്തിന്റെ ശീലമാണ്, അല്ലെങ്കിൽ മുന്നണികളുടെ സ്ഥാനാർത്ഥികളുടെ ശീലമാണ്. അത് നാളെയും ഉറപ്പായും ആവർത്തിക്കും. കാര്യം അത്രത്തോളം വാശിയേറിയ പ്രചരണം നടന്ന ഒരു സ്ഥലമാണ്. പക്ഷേ